ഈ പി.വി. അൻവർ വന്നാൽ സ്വീകരിക്കുമോ? അങ്ങനെ ഞങ്ങൾ ആ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒന്നും ചർച്ച ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുമില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, ഒരു ചർച്ചയും പി.വി. അൻവറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നടന്നിട്ടില്ല. ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിൽ ചിലപ്പോൾ നാളെ നടക്കാലോ, അല്ലെങ്കിൽ മറ്റന്നാൾ നടക്കാലോ, അതില്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് നടക്കാലോ. അദ്ദേഹം അതും കൂടി അവസാനിപ്പിക്കുന്നു, ഉടനെയൊന്നും ഒരു ചർച്ചയും നടക്കില്ല എന്ന് വെച്ചാൽ പി.വി. അൻവർ കോൺഗ്രസിലേക്ക് വരണ്ട, പി.വി. അൻവറിന്റെ വാതിൽ കൊട്ടി അടച്ചിരിക്കുന്നു എന്ന്. ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം. ഈ പി.വി. അൻവർ വന്നാൽ സ്വീകരിക്കുമോ? അങ്ങനെ ഞങ്ങൾ ആ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒന്നും ചർച്ച ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുമില്ല. കഴിഞ്ഞ ദിവസമാണ് വാർത്ത വന്നത്, പി.വി. അൻവർ കോൺഗ്രസിലേക്ക് എന്ന വാർത്ത. പി.വി. അൻവർ കെ.സി. വേണുഗോപാലുമായി ചർച്ച നടത്തി എന്ന വാർത്ത. ഇപ്പോൾ വി.ഡി. സതീശൻ എല്ലാം നിഷേധിക്കുന്നു. ഒരു ചർച്ചയും നടന്നിട്ടില്ല, ഒരു ചർച്ചയും നടക്കാൻ പോകുന്നില്ല എന്ന്. കെ.സി. വേണുഗോപാലുമായി ചർച്ച നടത്തി എന്ന വാർത്ത വന്നത് ആര് കൊടുത്തതായിരിക്കും? ഒന്നുകിൽ പി.വി. അൻവർ കൊടുക്കണം, അല്ലെങ്കിൽ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾ കൊടുക്കണം. മലയാള മനോരമയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മലയാള മനോരമ പറയുന്നു, മലപ്പുറത്തെ ഉന്നത കോൺഗ്രസ് നേതാവ് അക്കാര്യം സമ്മതിച്ചിട്ടുണ്ട് എന്ന്. കെ.സി. വേണുഗോപാലുമായുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് കെ. സുധാകരനാണ് എന്ന്. കെ. സുധാകരന് പി.വി. അൻവർ കോൺഗ്രസിൽ വരണം എന്ന ആഗ്രഹമുണ്ട്. കാരണം പി.വി. അൻവർ കെ. സുധാകരൻ്റെ പഴയ ശിഷ്യനാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെത്തിയാൽ കെ. സുധാകരന് ഒരു കടുത്ത അല്ലെങ്കിൽ ശക്തനായ ഒരു അനുയായിയെ കിട്ടും. അത് ആവശ്യമാണ്. കാരണം കെ. സുധാകരന് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ പറയാൻ അത്ര മിടുക്കില്ല എന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനും വേണമെങ്കിൽ വി.ഡി. സതീശനെ ഒന്ന് പാരവെക്കാൻ കഴിയും പി.വി. അൻവർ കോൺഗ്രസിൽ എത്തിയാൽ. അതുകൊണ്ട് തന്നെയാണ്, അത് മനസ്സിലാക്കി തന്നെയാണ് വി.ഡി. സതീശൻ പറയുന്നത്, ഒരു ചർച്ചയും നടന്നിട്ടില്ല, ഉടനെയൊന്നും നടക്കാനും പോകുന്നില്ല എന്ന്. ഉടനെയൊന്നും നടക്കാനും പോകുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരിക്കലും നടക്കില്ല എന്ന് തന്നെയാണ്. രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെയൊക്കെ പറയൂ, ഒരിക്കലും നടക്കില്ല എന്ന് പറയില്ല. ഉടനെയൊന്നും നടക്കാൻ സാധ്യതയില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എന്ന് വെച്ചാൽ വാതിൽ കൊട്ടി അടച്ചു എന്ന്, തുറക്കില്ല എന്ന്. വാതിൽ തുറക്കാൻ വേണ്ടി നല്ല ശ്രമം നടത്തുന്നുണ്ട് പി.വി. അൻവർ. അദ്ദേഹം മുട്ടാത്ത വാതിലുകളില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം കെ.സി. വേണുഗോപാലുമായി ചർച്ച നടത്തിയിരുന്നു. നേരത്തെ ചർച്ച നടത്താൻ ശ്രമവും നടത്തിയിരുന്നു. അദ്ദേഹം കുറച്ച് നാളുകളായി ദില്ലിയിൽ തന്നെയാണ്. അദ്ദേഹം ഒരു പ്രപ്പോസലുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. പി.വി. അൻവർ പ്രപ്പോസൽ ഓഫീസിൽ നിന്ന് തയ്യാറാക്കി ഓരോ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും കാണുന്നു. ഇതാണ്, ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിൽ ചേരാം, ഇതാണ് എൻ്റെ പ്രപ്പോസൽ, ഇത് അംഗീകരിക്കുകയാണെങ്കിൽ വരാം. ആദ്യം പോയത് സമാജ്വാദി പാർട്ടിയുടെ ഓഫീസിലേക്കാണ്. ഒരു മറുപടിയും അവർ കൊടുത്തില്ല. പിന്നീട് പോയത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസിലേക്കാണ്. ഒരു മറുപടിയും അവരും കൊടുത്തില്ല. അവരും വേണ്ട, നോ എന്ന് പറഞ്ഞു, വാതിൽ കൊട്ടിയടച്ചു. ആദ്യം എന്ന് വെച്ചാൽ തുടക്കത്തിൽ പോയത് DMK-യിലേക്കാണ്. DMK പക്ഷേ അടുപ്പിച്ചതേയില്ല. ചർച്ച നടത്തി ആദ്യം പ്രാദേശിക നേതാക്കളുമായി. എന്നാൽ അവിടെ തന്നെ അത് അവസാനിക്കുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് കടന്നില്ല. ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലാണ് അവസാനം കോൺഗ്രസിനെ സമീപിച്ചത്. കോൺഗ്രസിനാണെങ്കിൽ പ്രശ്നവുമില്ല. കാരണം കഴിഞ്ഞ തവണ നിലമ്പൂരിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ഇപ്പോഴില്ല, അദ്ദേഹം അന്തരിച്ചു. അതുകൊണ്ട് ആ സീറ്റ് പി.വി. അൻവറിന് കൊടുക്കുന്നതിൽ എതിർപ്പില്ല. പുതിയ ആരെങ്കിലും മത്സരിക്കാൻ വരികയുമില്ല. ആര്യാടൻ ഷൗക്കത്താണ് അവിടെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ കോൺഗ്രസിലുണ്ടോ, അദ്ദേഹം പുറത്തേക്കാണോ എന്ന ചോദ്യം പോലും ഉയരുന്നുണ്ട്. എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടില്ല. ഇത്തവണയും സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പി.വി. അൻവറിന് നിലമ്പൂർ കൊടുക്കാം, നിലമ്പൂരിൽ മത്സരിക്കട്ടെ UDF സ്ഥാനാർത്ഥിയായി, അതല്ലെങ്കിൽ UDF സ്വതന്ത്രനായി എന്നൊക്കെയായിരിക്കും കെ. സുധാകരൻ്റെ മനസ്സിലുണ്ടാകുക. അവിടെ പി.വി. അൻവർ മത്സരിച്ചാൽ ജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് മത്സരിക്കട്ടെ എന്ന ചിന്തയാണ് ഉള്ളത് കെ. സുധാകരന്. പക്ഷേ വി.ഡി. സതീശന് അറിയാം, അത് അപകടകരമാണ്. വേലിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് മടിയിൽ വെക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഒരിക്കലും വേണ്ട. അതുതന്നെയാണ് വി.ഡി. സതീശൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുന്നത് കോൺഗ്രസിലേക്ക് വേണ്ട എന്ന്. പിന്നീട് അദ്ദേഹത്തിനുള്ള വഴി എന്താ? പി.വി. അൻവറിനുള്ള വഴി എന്താ? UDF-ലെ ഘടകകക്ഷിയാകുക എന്നതാണ്. ഒരു ഒറ്റക്കക്ഷി ഘടകകക്ഷി എന്ന നിലയിൽ MLA ആകാൻ കഴിയുമോ, UDF-നോടൊപ്പം നിൽക്കാൻ കഴിയുമോ എന്ന്. അതിന് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം. ഇപ്പോൾ തന്നെ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റണം. അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റി ആ പാർട്ടിയെ LDF-ൽ ചേർക്കുമോ എന്നാണ്.
അതിനും ചിലപ്പോൾ തയ്യാറാകില്ല UDF. PC ജോർജിനെ കൊണ്ടുവന്ന അനുഭവം UDFിനുണ്ട്. PC ജോർജ് UDFിനുണ്ടാക്കിയ തലവേദന മറന്നിട്ടുണ്ടാകില്ല VD സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും. അതുകൊണ്ട് അതേപോലെയുള്ള മറ്റൊരു ജീവിയെ കൂടി എന്തിന് UDFിന്റെ ഭാഗമാക്കണം എന്ന ചോദ്യമാണ് VD സതീശന്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ PV അൻവറിന്റെ ഈ നീക്കങ്ങളെ, കോൺഗ്രസിൽ ചേരാനോ UDFിന്റെ ഭാഗമാകാനുള്ള നീക്കങ്ങളെ ശക്തമായി എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട, PV അൻവർ തെരുവിൽ തന്നെയാണ്. എല്ലാ വാതിലുകളും ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു വാതിലും തുറക്കുന്നില്ല. PV അൻവറിന്റെ മുന്നിൽ തുറക്കുമെന്ന് പ്രതീക്ഷിച്ച ഏക വാതിൽ, അവസാനത്തെ വാതിൽ, അത് കോൺഗ്രസിൻ്റെതായിരുന്നു, UDFിൻ്റെതായിരുന്നു. അതും കൂടി കൊട്ടി അടച്ചു. ഇപ്പോൾ VD സതീശൻ അതോടുകൂടി രാഷ്ട്രീയ ഭാവി തന്നെ, PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ്. ഒറ്റയ്ക്ക് മത്സരിച്ച് നിലമ്പൂരിൽ എന്തായാലും ജയിക്കാൻ കഴിയില്ല എന്ന് PV അൻവറിനെ നന്നായി അറിയാം. ഏതെങ്കിലും ഒരു മുന്നണിയുടെ പിന്തുണ വേണം. ഇപ്പോഴിതാ UDFും കൊട്ടിയടച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ സ്വതന്ത്രനായി മത്സരിച്ച് UDFിൻ്റെ പിന്തുണയോ മറ്റോ ലഭിക്കുമോ എന്നത് നോക്കുക മാത്രമേ വഴിയുള്ളൂ. PV അൻവറിന്റെ മുന്നിൽ അതിനും സാധ്യതയില്ല. കാരണം കോൺഗ്രസിന്റെ സീറ്റാണ്. മത്സരിക്കാൻ തയ്യാറായി നിരവധി ആളുകളാണ് ക്യൂ നിൽക്കുന്നത്. മലപ്പുറം ജില്ലയിൽ തന്നെ തോറ്റാലും ജയിച്ചാലും മത്സരിച്ചാൽ മതി എന്ന് കരുതുന്ന ഒരുപാട് നേതാക്കളുണ്ട് കോൺഗ്രസിൽ. നേതാക്കളെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പോൾ എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ സാധ്യതയും ഒരിക്കലും തുറക്കപ്പെടാൻ സാധ്യതയില്ല. ചുരുക്കത്തിൽ PV അൻവർ വഴിയിൽ തന്നെ ഇരിക്കുകയാണ്, എങ്ങോട്ട് പോകണമെന്നറിയാതെ.